ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണത്തെ യോഗാ ദിനത്തിൻ്റെ കോട്ടം എന്ന് പറയുന്നത് യോഗ ഫോർ വസുദൈവ കുടുംബങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് ഗൗരീശപട്ടത്തുള്ള സനാധാലയം. ഇവിടെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. ഇത് ഒരു വസുദൈവ കുടുംബം പോലെ തന്നെയാണ്. ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവും വ്യക്തിപരവും ആധ്യാത്മികവുമായിട്ടുണ്ടാകുന്ന ഒരു പരിവർത്തനമാണ് യോഗ എന്ന് പറയുന്നത്. യുജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം കൂട്ടിക്കെട്ടുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്നാണ്. യോഗ ചെയ്യുന്നത് മനസ്സിനെ ശരീരവുമായിട്ടും നമ്മുടെ ആത്മാവിനെ പരമാത്മാവുമായിട്ടും ബന്ധപ്പെടുത്തുന്നു. അതാണ് യോഗയുടെ ആത്യന്തികമായിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. യോഗ നമുക്ക് കൂടുതൽ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ജീവിതക്രമത്തിനെ തന്നെ മാറ്റി ഒരു ആരോഗ്യകരമായിട്ടുള്ള ശരീരവും മനസ്സുമായിട്ട് ഈ സമൂഹത്തിൽ ഇടപഴകി വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുന്നു. യോഗ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് ആദ്യം അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് വാമിംഗ് അപ്പ് എക്സസൈസുകളുണ്ട്, ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്, ജോയിൻറ്റ് ലൂസ് ചെയ്യുന്ന എക്സസൈസുകളുണ്ട്. ഇത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അത് വഴക്കം കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം യോഗ സ്റ്റാർട്ട് ചെയ്യാൻ. എപ്പോഴും യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാമിംഗ് അപ്പ് എക്സസൈസുകൾ കഴിഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. യോഗ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കണം. ഒരു 4 മണിക്കൂറോ 3.5 മണിക്കൂറോ മുമ്പ് നമ്മൾ ഭക്ഷണവും വെള്ളവും കുടിച്ചിട്ടുണ്ടായിരിക്കണം. ആ ഒരു ഗ്യാപ്പിൽ മാത്രമാണ് യോഗ ചെയ്യാൻ പാടുള്ളൂ. കാരണം യോഗയുടെ പല പോസുകളും നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഫങ്ഷനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ആ ഡൈജഷൻ കറക്റ്റ് ആവില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് യോഗ ചെയ്യുമ്പോൾ. അപ്പോൾ വയറെപ്പോഴും എംപ്റ്റി ആയിരിക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഓവറായിട്ട് ശരീരത്തെ ട്വിസ്റ്റ് ചെയ്യാണ്ടോ ഒത്തിരി സ്ട്രെച്ച് ചെയ്യാണ്ടോ ഒക്കെ നോക്കണം. കാരണം അതൊക്കെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇൻജുറീസിന് കാരണമാകും. ഒരിക്കലും അധികം സ്ട്രെയിനൊക്കെ കൊടുത്തിട്ട് ചെയ്യരുത്. വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യണം. പിന്നെ യോഗയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശ്വാസമാണ്. എസെൻസ് ഓഫ് യോഗ എന്നാണ് ശ്വാസം അറിയപ്പെടുന്നത്. ആ ശ്വാസത്തെ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. കുറച്ച് വാമിംഗ് അപ്പ് എക്സസൈസുകൾ നോക്കാം. ജോയിൻറ്റ്സ് ലൂസ് ചെയ്യുന്ന എക്സസൈസുകൾ ആദ്യം നോക്കാം. ആദ്യം കാലിൻ്റെ വിരലുകളാണ് കാലാൽ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക, ലൂസ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ലൂസ് ചെയ്യുക. ഈ ഓപ്പോസിറ്റ് കാലിനെ സ്ട്രെച്ച് ചെയ്യുക, ലൂസ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ലൂസ് ചെയ്യുക. അടുത്ത ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ആംഗിൾ ജോയിൻ്റ് ആണ്. ആംഗിൾ ജോയിൻറ്റിനെ നമ്മുടെ സാവധാനം നമ്മൾ തള്ളവരിനോട് ഒരു വലിയ വട്ടം വരയ്ക്കുന്ന പോലെ കാലിനെ ഇങ്ങനെ ആംഗിളിൻ്റെ ഭാഗം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യും. ഇപ്പോൾ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജോയിൻ്റാണ്. ഈ ജോയിൻറ്റിൽ ഇങ്ങനെ കൈ വയ്ക്കുക, കാലൊരു വടപ്പിച്ച് വയ്ക്കുക. വീട്ടിൽ കൈ വെച്ചതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് നോക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ട്വിസ്റ്റ് ചെയ്യുക. അടുത്ത് വരുന്നത് ഹിപ്പ് ജോയിൻ്റാണ്. ജോയിൻ്റ് കൈകളിങ്ങനെ വയ്ക്കുക. സാവധാനം എത്ര ആവർത്തി നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്തോ അത്രയും ആവർത്തി തന്നെ ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുക. ഓവർ സ്റ്റേ വരാതിരിക്കാൻ തന്നെ വോയിസ് ചെയ്യുന്നത്. അടുത്ത ജോയിൻ്റ് എന്ന് പറയുന്നത് സോയ്സ് വേണം. സ്നോട്ടറിലോ ഇങ്ങനെ പിടിക്കുക. ചെറിയോട് അടുപ്പിച്ച് കൊണ്ടുവന്ന പിന്നെ ഇതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ട് ജോയിൻ്റ് എന്ന് പറയുന്നത് എൽബോയാണ്. ഇങ്ങനെ ഇതിൻ്റെ സർക്കിൾ പോലെ ട്വിസ്റ്റിംഗ് ഏതായി തന്നെ ആൻറ്റി ക്വിക്ക് വേസ്റ്റ് സ്റ്റാർട്ട്. ഇതുപോലെ പിടിക്കുക. ശേഷം സ്റ്റേറ്റ് കൊടുക്കാൻ അടുത്തത് വിരലുകളാണ്. വിരലുകളും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ജോയിൻസും സാവധാനം മടക്കി കൊണ്ടുവരിക. ടൈറ്റായിട്ട് പിടിക്കുക. കുറച്ച് സെക്കൻഡുകൾ പിടിച്ച ശേഷം റിലീസ് ചെയ്യും.
tie, notes, tie, notes. അടുത്തത് നെക്കാണ്. നെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്പോണ്ടിലോസിസ്, പിന്നെ ഇയർ ബാങ്സിൻ്റെ കംപ്ലൈൻറ്റ് വെർട്ടിഗോ ഉള്ളവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ഇരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വെച്ചിട്ടാണ് അവിടെ ഒരു ബാലൻസ് പോകുന്നതെന്ന് മനസ്സിലാവും. അത് ബ്രേക്ക് ചെയ്യാം. അതല്ലാത്തത് മാത്രം ചെയ്യുക. അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ശ്വാസം എടുത്തുകൊണ്ട് തലമുകളിലേക്ക് കൊണ്ടുപോകാം. ശ്വാസം കളഞ്ഞുകൊണ്ട് താഴേക്കുന്നത്. ഊരിയ ശ്വാസം എടുക്കുക. ഇതൊരു സൈഡിലേക്കുള്ള ട്വിസ്റ്റ് ചെയ്യാനാണ്. നേരെ പിടിക്കുക. ശ്വാസം ആദ്യം നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്ത് കളഞ്ഞുകൊണ്ട് സൈഡിലേക്ക് പോവുക. Breathe in, breathe out, breathe in, breathe out, breathe in, breathe out. ഈ സൈഡിലേക്ക് ചരിച്ചു കൊടുക്കുന്നത്. ബ്രീത്തിങ് സെയിം തന്നെ. ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് in, breathe out, breathe out, breathe out. ഇതുള്ളത് റൊട്ടേഷനാണ്. ഇത് ആദ്യം ക്ലോക്ക് വൈസ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ജോയിൻസിന് യൂസ് ചെയ്യുന്ന എക്സസൈസുകൾ. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റിലാക്സേഷനൊക്കെ തോന്നും ജോയിൻസിന്. ജോയിൻസ് കുറേയൊക്കെ ഫ്രീ ആവും. ശ്വാസം എടുത്തോളം കൈകൾ ഉയർത്തി മേളിലേക്ക് കൊണ്ടുവരിക. പുറകിലേക്ക് കൊണ്ടുവരിക. തൊഴുത് പിടിക്കുക. ഇത് കഴിഞ്ഞ് നമുക്ക് ശ്വാസം കളഞ്ഞുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ഒപ്പം ഇരുത്തി ഉയർത്തി കൊണ്ടുപോകുക. അല്ലെങ്കിൽ അതിനൊരു സ്ട്രെച്ചിങ് കിട്ടുന്ന എക്സസൈസ് ഉണ്ട്. കുട്ടികളുടെ ഒക്കെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണെങ്കിൽ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുമ്പോൾ അവരുടെ ഹൈറ്റ് കൂടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു എക്സസൈസാണ്. ഒരു ഉണ്ടാവും ശരീരത്തിന്. നല്ലൊരു സ്ട്രെച്ച് എക്സസൈസ്. ബ്രീത്തിങ് ചെയ്തുകൊണ്ട് കൈ ഉയർത്താം. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. ഇതൊരു ബ്രീത്തിങ് എക്സസൈസ്. ആദ്യം വലത്തെ തലവരിയോട്ട് പൂക്കിൻ്റെ വലത്ത് വശം അടച്ചിരിക്കുക. ശേഷം നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്തിട്ട് ഇടത്തേക്ക് കൈയിലേക്ക് വരും. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക്. ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ. ശേഷം കൈകൾ ക്ലോസ് ചെയ്ത് തലയുടെ പിൻഭാഗത്ത് കൊണ്ടുവരിക. നല്ലതുപോലെ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. കൈയുടെ മുട്ട് കാലിൻ്റെ മുട്ടിന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. കഴിയുന്നത് പോലെ ചെയ്യാൻ. ഓവർ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. Breathe
മുതൽ ഫ്രണ്ട് ബെൻഡാണ്. तेज ഈ യോഗാ ദിനത്തിൽ പുതിയ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടുതൽ മാനസികവും ശാരീരികവും സാമൂഹികവും ആത്മീയവുമായിട്ടൊക്കെ കൂടുതൽ ഹെൽത്തിയർ ആയിട്ടുള്ള സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം തുടങ്ങാനായിട്ട് സാധിക്കട്ടെ.